ഇന്ന് 4 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കി കഴിക്കണം തോന്നി. അങ്ങനെ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അതിൽ നിന്നിപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കി കഴിക്കുക വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഓടിയത്. ഇവിടെ ഒരു ചക്ക പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് പൊരിക്കാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഇതുപോലെയുള്ള കവർ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിയാലും ഞാൻ ആ കവറിൽ നല്ലപോലെ പ്രസ് ചെയ്ത് നമുക്കങ്ങ് വെക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സ് പോലുള്ളതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് അങ്ങ് പോകും. നമുക്ക് കുറച്ച് സാധനമേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. ഈ കവറാകുന്ന സമയത്ത് നമുക്ക് ഒതുക്കിയും കണ്ടിട്ട് ഒരുപാട് എന്ത് സാധനം വേണേലും ഇതേപോലെ കവറിലാക്കി ഒതുക്കി വെക്കാൻ പറ്റും. നമ്മൾ പേരൊക്കെ എഴുതി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അതാ കപ്പുണ്ട്, ചക്കക്കുരുണ്ട്, മാങ്ങണ്ട്, പിന്നെ നെല്ലിക്കണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നുണ്ട് അതൊക്കെ ഇതുപോലെ കവറിലാക്കിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഒപ്പിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എന്താ പറയുക ഇത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ നല്ലോണം പ്രസ് ചെയ്ത് അങ്ങോട്ട് അമർത്തി വെക്കാൻ പറ്റും നമ്മൾ ഫ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചക്ക പീസ് ഞാൻ എടുത്ത് ഞാൻ ചെറിയ പീസൊക്കെ ആയിട്ട് എടുത്ത് 2 ചുളക്ക് എടുത്ത് കഴിക്കും. പിന്നെ അന്നേ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു പൊരിക്കണം, അപ്പോൾ പിന്നെ അത് ഇന്നാവാം വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്ക പൊരിച്ചായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പഴംപൊരി പൊരിക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് പൊരിച്ചത്. അപ്പോൾ പഴംപൊരിൻ്റേത് അതേപോലെ തന്നെ ചക്കപ്പൊരിൻ്റെയൊക്കെ ടേസ്റ്റ് വ്യത്യാസമാണല്ലോ. ഒരേ മാവിലാണ് പൊരിച്ചെടുക്കുന്നതെങ്കിലും. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ചക്ക സീസൺ വരികയാണ്, ഒന്ന് പൊരിച്ച് വെക്കുക. ചായക്ക് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് വെറൈറ്റി തേടി പോയാലും ഇത്ര ടേസ്റ്റൊന്നും നമുക്ക് ഒരു സംഭവത്തിനും കിട്ടില്ല കേട്ടോ. അതേപോലെ ഞാൻ ഇത്തിരി പഴം ഉണ്ടായിരുന്നപ്പോൾ കായപ്പം, പഴംപൊരി, ചക്ക